കിടപ്പ് രോഗികളായ ഭിന്നശേഷിക്കാർക്ക് പെൻഷൻ കിട്ടാതായിട്ട് 40 മാസം. പെൻഷൻ്റെ കാര്യങ്ങൾ കുറച്ചായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ ആശ്വാസമേകാതെ ആശ്വാസകിരണം. കിടപ്പ് രോഗികളായ ഭിന്നശേഷിക്കാർക്ക് ആശ്വാസകിരണം പദ്ധതിയിൽ സർക്കാർ നൽകി വരുന്ന പെൻഷൻ മുടങ്ങി 40 മാസമായി തുക വിതരണം ചെയ്യാത്ത ഗ്രാമപഞ്ചായത്തുകളുണ്ട്. പ്രതിമാസം 600 രൂപയാണ് കിടപ്പിലായ ഭിന്നശേഷിക്കാരെ പരിചരിക്കുന്നവർക്ക് പെൻഷനായി ലഭിക്കുന്നത്. സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിലാണ് പെൻഷൻ വിതരണം മുടങ്ങിയത്. ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിലേക്കായാണ് ആശ്വാസകിരണം പദ്ധതി ആവിഷ്കരിച്ച് നടപ്പാക്കിയത്. മന്ത്രിയായിരുന്ന ഡോക്ടർ MK മുനീറായിരുന്നു അന്ന് സാമൂഹ്യക്ഷേമ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത്. 525 രൂപയാണ് പെൻഷനായി നൽകിയിരുന്നത്. അപ്പോൾ കൊടുത്തോണ്ടിരുന്നത് പോലെ ഇപ്പോൾ കിട്ടുന്നില്ല. 40 മാസമായിട്ട് അത് മുടങ്ങിയിരിക്കുകയെന്നാണ് പറയുന്നത്. പിന്നീട് 600 രൂപയാക്കി. ഇടതുമുന്നണി അധികാരത്തിൽ വന്ന ശേഷവും തുക വിതരണം ചെയ്തിരുന്നു. എന്നാൽ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷമാണ് പൂർണ്ണമായും മുടങ്ങിയത്. രണ്ടാം പിണറായി സർക്കാർ വന്നതിന് ശേഷം ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് പെൻഷൻ്റെ കാര്യങ്ങൾ തന്നെ നമ്മൾ സംസാരിക്കുന്നുണ്ട്. അപ്പം ഇത് പൂർണ്ണമായിട്ട് മുടങ്ങിയെന്നാണ് ആ പെൻഷൻ. കാര്യം ഇവർക്കൊക്കെ ഇതല്ലാതെ വേറെ എന്തോ ഉള്ളത്. അതെ, നമ്മൾ ജീവിതം അത് കിടപ്പ് രോഗികളാണ്. അവരുടെ അപ്പം ബുദ്ധിമുട്ട് നമ്മൾ മനസ്സിലാക്കണം. ചിലപ്പോൾ അവരായിരിക്കും ആ കുടുംബത്തിൽ ആകെ ഒരു ഇതെന്ന് പറയുന്നത്. അപ്പം അവരുടെ ചികിത്സയ്ക്ക് തന്നെ ഒരുപാട് പൈസ ചിലവാകും. അതുപോലെ ഈ പെൻഷനും കൂടെ കിട്ടാതിരുന്ന അവരുടെ അവസ്ഥ വളരെയധികം ഇതാണ്. ഒരു സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധിയാണ് അതിന് കാരണം എന്നാണ് പറയുന്നത്. സാമൂഹ്യക്ഷേമ വകുപ്പ് തദ്ദേശ സ്ഥാപനങ്ങൾ മുഖേനയാണ് തുക വിതരണം ചെയ്യുന്നത്. ചില പഞ്ചായത്തുകളിൽ 36 മാസവും ചിലയിടത്ത് 40 മാസവും പെൻഷൻ കിട്ടാനുണ്ട്. കേന്ദ്ര സർക്കാരിൽ നിന്നും പെൻഷൻ വിഹിതം കിട്ടാത്തതാണ് പ്രതിസന്ധിക്ക് കാരണമെന്നാണ് തദ്ദേശ വകുപ്പിന്റെ വിശദീകരണം. സംസ്ഥാനത്ത് 10,000 കണക്കിന് ഭിന്നശേഷിക്കാരായ കിടപ്പ് രോഗികളുണ്ട്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നവരാണ് കിടപ്പിലായ ഭിന്നശേഷി വിഭാഗക്കാർ. ശാരീരിക അവശതകൾ കാരണം തീർത്തും കിടപ്പിലായവരാണ് ഇത്തരം ആളുകൾ. സഹായത്തിന് ആളുകൾ ഉള്ളത് ഇത്തരക്കാർക്ക് വലിയ ആശ്വാസമാണ്. എന്നാൽ പെൻഷൻ കിട്ടാതായതോടെ സഹായത്തിന് ആരെയും നിർത്താൻ പറ്റാത്ത സാഹചര്യത്തിലാണ്. കാര്യം പൈസ ഇല്ലാതെ ഇന്നത്തെ കാലത്ത് ഒന്നും നടക്കത്തില്ല. നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും പണം അത്യാവശ്യമാണ്. അപ്പോൾ ഈ തുച്ഛമായ പെൻഷൻ കൊണ്ട് ഇന്നത്തെ എല്ലാ സാധനത്തിനും വിലയാണ്. അപ്പോൾ ഈ പെൻഷൻ കൊണ്ട് വേണം അവരുടെ ഉപജീവനമാണേലും പോകാൻ, മരുന്ന് എല്ലാത്തിനും പൈസയാണ്. അപ്പം കിടപ്പ് രോഗികളായ മരുന്നിന് തന്നെ ഒരുപാട് പൈസ നമ്മൾ ചെലവാക്കേണ്ടി വരും. അപ്പോൾ ഇത്തരത്തിലുള്ള കിടപ്പ് രോഗികളുടെ ഈ ഒരു പ്രതിസന്ധി, ഈ ഒരു അവസ്ഥയെ മാനിക്കണമെന്ന് തന്നെയാണ് അതിനൊരു സർക്കാരിൻ്റെ അമിതമായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധിയാണ് ഇതിന് കാരണമെന്നാണ്. പക്ഷെ നമ്മൾ പെൻഷൻ്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞത് അനധികൃതമായിട്ട് കുറേ പേര് പെൻഷൻ കൈപ്പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പരിഹരിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ ഇത്തരത്തിൽ അർഹതപ്പെട്ടവർക്ക് കൊടുക്കാനായിട്ട് കഴിയും. അതെ, അപ്പോൾ അതിനൊരു നല്ലൊരു തീരുമാനങ്ങൾ ഉണ്ടാകട്ടെ. ഇവരെ പരിഹരിക്കണം, ഇവരുടെ പ്രശ്നങ്ങൾ കേൾക്കണം എന്നാണ്. തുടർ നടപടി എന്താണെങ്കിലും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.